ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ചേച്ചി നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ട് അങ്ങ് പോകാം, അങ്ങനെയാണ് ചേച്ചി എത്തിയിട്ടുള്ളത്. നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിയില്ലേ, നിങ്ങൾ നമ്മളെ മറന്നു പോയാലോ, അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ചേച്ചി എത്തുന്നത്. അപ്പം എന്തോ പറയുന്ന എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞോ? നിങ്ങളെല്ലാം ഫുഡ് കഴിച്ച് ഉറങ്ങുന്ന സമയത്താണ് ചേച്ചി നിങ്ങളെ മുന്നിൽ എത്തുന്നത്. അതാണ് നമ്മളെ സമയം. അപ്പോഴാണ് നമുക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നുന്നത് കേട്ടോ. അല്ലാണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊന്നും കരുതി വയ്ക്കുന്നില്ല. ദിവസവും ചേച്ചിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞ് വീഡിയോ ഇടണമെന്ന് തോന്നുമ്പോഴത്തേക്ക് ചേച്ചി അപ്പോഴും നിങ്ങളെ മുന്നിലെത്തും. അല്ലാതെ നാളത്തേക്ക് വേണ്ടി ഇന്നൊന്നും കരുതി വയ്ക്കൂല. അതുകൊണ്ടാണ് ചേച്ചിയുടെ വീഡിയോ ഈ സമയത്ത് വരുന്നത്. അതുകൊണ്ടാണോ എന്ന് പറഞ്ഞൂടെ ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോഴത്തേക്ക് എന്നാ പറയാനാ, മക്കളുണ്ടായിരുന്നു കേട്ടോ. മക്കള് വന്നിരുന്നു. മക്കള് വന്നാൽ പിന്നെ ഭയങ്കര ബഹളവും ഇതൊക്കെയാണ്. പോയി കഴിഞ്ഞാൽ വീടങ്ങ് ഉറങ്ങിക്കിടക്കും. മൂത്ത കുഞ്ഞാണെങ്കിൽ ഭയങ്കര വികൃതി. പിന്നെ കുഞ്ഞാണെങ്കിൽ, ഇളയ കുഞ്ഞാണെങ്കിൽ പിന്നീട് ഞാൻ മൂത്ത കുഞ്ഞ് ഞാൻ ഇളയ കുഞ്ഞിനെ എടുക്കുന്നതൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഇളയ കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞ ഉടനെ അച്ഛമ്മ അമ്മയുടെ കൈ കൂടെ എന്നും പറയും. എന്നിട്ട് മോളെ സായുവിന്, മൂത്ത മോളെ പേര് വീട്ടിൽ സായു എന്നാണ്. സായുനേട് ബേബീനെ അമ്മയുടെ കൂടെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ ബേബി എൻ്റെ അടുത്ത് വരുന്നില്ല കേട്ടോ. ഞാനിന്ന് എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിൽ. ഇപ്പോൾ ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വരുന്നില്ല. എൻ്റെ ഇളയ മോൻ എടുത്തിട്ട് മോൻ്റെ അടുത്ത് പോകണില്ല. പിന്നെ ഇളയ കുഞ്ഞിനെ അമ്മാമ്മേനെ നോക്കണം. മോള്, ഞാൻ പറഞ്ഞില്ലേ, മോള് UK പോയപ്പോൾ പിന്നീട് അമ്മ അവിടെ പ്രസവം എടുക്കാനൊക്കെ പോയി. അന്ന് തൊട്ടേ ഇളയ പിന്നീട് അമ്മാമ്മയുടെ കയ്യിൽ ഇരുന്നിരുന്നപ്പോൾ അമ്മാമ്മയായിട്ട് നല്ല ഇണക്കായി. മൂത്ത കുഞ്ഞ് ഞാനുമായിട്ടാണ്. ഇളയ കുഞ്ഞിനെ ഞാൻ വലുതായിട്ടൊന്നും എടുക്കാത്തത് കൊണ്ട് ഇന്ന് കുഞ്ഞ് വന്ന് കുഞ്ഞിനെ എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി. എന്നാലും പൂർണ്ണമായിട്ട് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ രാത്രി അങ്ങ് പോയി കേട്ടോ. 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മക്കളങ്ങ് പോയി. മൂത്ത കുഞ്ഞെല്ലാം വലിച്ചു വാരി. പിന്നെ ഇളയ കുഞ്ഞിന് പ്രസവിച്ചത് അവിടെ UK അതിന് അവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടേ തണുപ്പാണ് ഇഷ്ടം കൂടുതൽ. ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇവിടെയാണെങ്കിൽ AC, മക്കളെ റൂമിൽ AC ഉണ്ട്. ഞാൻ ഉപയോഗിക്കില്ല, ഇടേയില്ല. അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോഴത്തേക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടിട്ട്, അപ്പോൾ അവർ പോയപ്പോൾ അത് ഓണായി കിടന്ന് ഞാനും കുറേ സമയം കിടന്നിട്ടാണ് എണീറ്റ് ആ തണുപ്പിലും കുളിർമയിലും വന്നിരുന്നാണ് നിങ്ങളോട് ഞാൻ കഥ പറയുന്നത്. അപ്പം ഇതിൻ്റെ ആ തണുപ്പം ഇത് വന്നപ്പോഴത്തേക്കാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. ഇതൊന്നും എനിക്ക് കേട്ടിട്ട് നിങ്ങളാരും പറയില്ലേ എന്തോ ഒരു തള്ളലൊന്നും അല്ല. ആ ഒരു തണുപ്പും കുളിർമയും ഒരു മനസ്സിനൊരു സുഖമൊക്കെ വന്നപ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് പറഞ്ഞതാണ്. അപ്പം ഇന്ന് നമ്മളെ കുഞ്ഞു മക്കളെ വിശേഷങ്ങളൊക്കെയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലോ. എല്ലാ അമ്മാമ്മമാരായാലും അപ്പൂപ്പന്മാരായാലും അച്ചാച്ചന്മാരായാലും അച്ചമ്മമാരായാലും അവരവരെ കുഞ്ഞുമക്കളെ കാര്യം ആകുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. എത്ര പറഞ്ഞാലും മതിയാവില്ല. കുഞ്ഞുമക്കളെ അവരെ കുസൃതികളായാലും അവരെ വികൃതികളും എല്ലാം നമുക്ക് കാണുമ്പം നമുക്കത് കണ്ടാലും മതിയാവില്ല. മറ്റുള്ളവരെ മക്കളും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിടിക്കില്ല. അവരവരെ മക്കളൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് വികൃതിയും കുസൃതിയൊക്കെ ചെയ്താലും എല്ലാവർക്കും കാണാനൊരു ഇഷ്ടമായിരിക്കും. നമ്മളും അതുപോലെയൊക്കെ തന്നെയാണ്. കുഞ്ഞുങ്ങൾ പോയപ്പോൾ വീടിറങ്ങി എല്ലാം മൂത്ത കുഞ്ഞെല്ലാം വലിച്ചു വാരിയിട്ടിരുന്നേ. വന്ന് അതും ഇതും എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടിരുന്നു. മക്കൾ പോയതിനു ശേഷം ഞാൻ വീണ്ടും അതിനെയൊക്കെ അടുക്കി പറക്കിയൊക്കെ ഒതുക്കിയൊക്കെ ഇട്ട് AC കിടന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് ചേച്ചി നിങ്ങളെ മുന്നിൽ എത്തിയത്. പിന്നെ ചേച്ചിക്ക് കാപ്പി ഉണ്ടാക്കണം. നമ്മളെന്നും 9 മണിയൊക്കെ കഴിഞ്ഞ് തന്നെയാണ് കാപ്പി ഉണ്ടാക്കുന്നത്. ചോറുണ്ടെങ്കിൽ ചോറ് കഴിക്കും, ചോറില്ലെങ്കിൽ നമ്മൾ കാപ്പി ഉണ്ടാക്കുന്നതൊക്കെ 9 മണി കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ്.
മിക്ക ദിവസം ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത വീട്ടിലുള്ളവരെല്ലാം ഉറക്കാവും കേട്ടോ. അവർ ഉറക്കമാകുമ്പോഴത്തേക്കാണ് നമ്മൾ മിക്സിയിൽ അടിക്കുന്നതും അവരെ ഉറക്കവും കൂടെ കളയാൻ വേണ്ടിയിട്ട് നമ്മളവരെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് നമ്മൾ പാചകത്തിനിറങ്ങുന്നത്. ഇപ്പോഴും 9 മണി കഴിഞ്ഞ് 9:30 ആവാനായെന്ന് തോന്നുന്നു. വീഡിയോ എടുത്തിട്ടാണ് ചേച്ചിക്ക് ഇനി കാപ്പി ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഇന്ന് എൻ്റെ കുഞ്ഞു മക്കളെ വിശേഷമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. നമുക്ക് നമ്മളെ നമ്മൾ ദിവസവും നിത്യവും നമ്മളെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് അന്നന്ന് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തുകയാണെങ്കിൽ ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഇപ്പം ഇന്ന് ചേച്ചി പോട്ടെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ വന്നപ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. ചില സമയത്തിന് എനിക്ക് അറിഞ്ഞൂടെ, എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ചില സമയത്ത് ഭയങ്കര ഡിപ്രഷനും വിഷമമൊക്കെയാണ്. ഇനി എനിക്ക് മാത്രമാണോ, നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ, ഇനി ഏജൊക്കെ കൂടി കൂടി വരുന്നത് കൊണ്ടാണോ, എനിക്കറിയത്തില്ല എന്നാ കാരണമൊന്നും. ഇന്നലെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ അറിയാണ്ട് അങ്ങനെ അമ്പലത്തിലൊന്നും ചെന്നിരുന്ന് കരഞ്ഞൂടാന്ന് പറയുന്നാലും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ എൻ്റെ ചുമ്മാ എൻ്റെ എന്തോ എനിക്കങ്ങ് മനസ്സറിയാതെ ആ കാരണം ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ചില സമയത്ത് ഹാപ്പി ആയിരിക്കും, ചില സമയത്ത് മൂഡ് ഔട്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ മാറി 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 മാറി. പിന്നെ അവിടെ ഞാൻ പോണ അമ്പലത്തിൽ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചിലപ്പോൾ അമ്മയും അച്ഛനെയൊക്കെ ഓർമ്മ വരും. അച്ഛനും അമ്മയൊക്കെ ഓർമ്മ വരും. പിന്നെ അങ്ങനെ അത് കുറേ സമയം അതങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പഴയ കാലങ്ങൾ നമ്മൾ ആ മനസ്സിലൂടെ അതങ്ങനെ കയറി കയറി വരും. വെറുതെ അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഓർമ്മകൾ ഇങ്ങനെ കയറി 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 വരും. ഇനിയിപ്പോൾ ജൂണിൽ എൻ്റെ അമ്മ മരിച്ചിട്ട് അതൊക്കെ പറയുമ്പോൾ സങ്കടം വരും കേട്ടോ. 2015 അമ്മ മരിച്ചത്. അപ്പം അമ്മ മരിച്ചിട്ട് 8 വർഷമാണെന്ന് തോന്നുന്നു. നോക്കണം, 2015 16 അമ്മ മരിച്ചത്. 17, 18, 19, 20, 21, 22, 23, 28 വർഷം. അച്ഛൻ 2011, അമ്മ 2016. അതൊക്കെ നമുക്ക് ഉള്ളപ്പോൾ ഒന്നിൻ്റെ വില അറിയാൻ പറ്റില്ല. അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഉടക്കും കാര്യങ്ങൾ. പക്ഷെ അവരൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അവരെത്ര എത്ര എത്ര പ്രിയപ്പെട്ടതാണെന്ന്. എന്നാലും അമ്മയും അച്ഛനൊക്കെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായിട്ടും എന്നാ പറയാനല്ലേ, പറഞ്ഞു നിങ്ങളെയും കൂടെ ഞാൻ വിറപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചേച്ചിപ്പെണ്ണിൻ്റെ വിശേഷം. എല്ലാവരും വീഡിയോ കാണണം. നമ്മളെ വിശേഷങ്ങളായിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. എന്തെങ്കിലും ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യണമെന്നുണ്ടേ പിന്നെ വിചാരിക്കും എന്തിന് വേണ്ട. എല്ലാവർക്കും ഇന്നിപ്പോൾ ആർക്കാ എന്താ അറിഞ്ഞുകൂടാത്തതല്ലേ? എല്ലാവർക്കും എല്ലാം അറിയാം. യൂട്യൂബ് തുറന്നാൽ മതി, എല്ലാവർക്കും എല്ലാം അറിയാം. അവർക്ക് അറിയാമെന്നുള്ളതൊക്കെ അവരൊക്കെ ഇതിലങ്ങ് ഷെയർ ചെയ്യും. കാണുന്നവർ കാണട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നൊക്കെ കരുതിയിട്ടൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സത്യത്തിൽ എനിക്കും താല്പര്യമില്ല കേട്ടോ. അങ്ങനെയൊക്കെ വീഡിയോ അങ്ങനെ നല്ല റീച്ചായി പോകും കേട്ടോ. നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്താൽ വീഡിയോ അങ്ങനെ കയറി പോകും. ഇപ്പം കുറച്ച് ചാനലൊക്കെ അങ്ങനെയാണേ, അവരൊക്കെ അങ്ങ് താഴ്ന്ന തട്ടിൽ കിടന്നെയാണ്. ഇപ്പം അവർ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്തിപ്പം ചിലതൊക്കെ അങ്ങ് കയറി പോകുന്നു. അതിനിടയിൽ നമ്മളും കൂടെ എന്നാ ചെയ്യാനാ. എൻ്റെ ഹെയറിനെ കുറിച്ചൊക്കെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, ഞാൻ ഹെയറിൽ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ വിചാരിക്കും വേണ്ട. ഇതൊക്കെയാണ് ഈ ചേച്ചി പെണ്ണിൻ്റെ വിശേഷം. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കാനൊന്നും ഇഷ്ടം കാണില്ല. നമ്മൾ വന്നിരുന്നത് നമ്മളെ കുടുംബകാര്യവും അതും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും ഇഷ്ടം കാണില്ല. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ പറഞ്ഞ ബ്യൂട്ടി ടിപ്പ് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടനെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ചേച്ചിയുടെ ഈ 2 സൈഡിലും പല്ലില്ല. അതുകൊണ്ട് ചേച്ചി പറയുന്ന ചില വാക്കുകളൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അത് നിങ്ങളങ്ങ് ഊഹിച്ചെടുക്കുക. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ചില വാക്കുകളൊന്നും നമുക്ക് കിട്ടത്തില്ല. എന്നാൽ ചേച്ചി പോട്ടെ. ചേച്ചി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.